ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കോപം നാശഹേതുവാണ്. കോപം, മുൻകോപം നാശം വിതയ്ക്കാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അനീതിയായ കോപം ചില വ്യക്തികളെ ബാധിച്ചിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുമുണ്ട്. മനസ്സിലാക്കിയാൽ മുൻകോപം മാറ്റാനുള്ള വഴിയുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൻ, വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞ ഒരു കാര്യം, എൻ്റെ പ്രശ്നം മുൻകോപം. അതിങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ നിൽക്കുന്ന ആരെന്നൊന്നും ഞാൻ നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരാതെ, അല്ലെങ്കിൽ അവിടുന്ന് മാറിപ്പോയേക്കുന്ന നല്ലത്. എന്നോട് സംസാരിക്കാൻ പോലും മുതിരണ്ട. അത് നമ്മുടെ ബന്ധം അത് നശിപ്പിക്കും. അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ ഈ മുൻകോപം ബാധിച്ചിട്ടുണ്ട്. അതൊരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത്. വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കോപം രണ്ട് രീതിയിലുള്ളത് ഉണ്ടാകാം. അനീതിയായ കോപം, രണ്ടാമത്തേത് നീതിയായ കോപം. അതിന് ധാർമ്മിക രോഷം എന്ന് പറയും. അതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് എഫേസസ് 4-ാം അധ്യായത്തിൻ്റെ 26 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കോപിക്കാം, ധാർമ്മിക രോഷം ആകാം. അതല്ലെങ്കിൽ ചില വചനഭാഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയും, ദൈവം കോപിച്ചു, യേശു ദേഷ്യപ്പെട്ടു, മോശയുടെ ക്രോധം ജ്വലിച്ചു. അതൊക്കെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? കോപിക്കാം. ധാർമ്മിക രോഷമാണെങ്കിൽ. അനീതിയായ കോപമാണ് നാശം വിതയ്ക്കുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 1-ാം അധ്യായം 22-ാമത്തെ വചനം എടുക്കുമ്പോൾ, അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. അതാണ് വചനം പറയുക. അത് നമ്മൾ ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അപ്പന് മുൻകോപം ഉണ്ടായിരുന്നു, അപ്പൻ്റെ അപ്പനും ഉണ്ടായിരുന്നു, ആ ജീൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോപിക്കുന്നത്. അങ്ങനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ കോപത്തിൻ്റെ കാരണം കണ്ടെത്തി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. വലിയ മുൻകോപിയായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അച്ഛനായിട്ടും ബിഷപ്പായിട്ടും മാറാതിരുന്ന ഒരു വിപത്ത്. അദ്ദേഹത്തിന് മനസ്സിലായി, നല്ലതല്ല, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുകുന്നതിന് ഇത് തടസ്സമാണ്. അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചു, വിപരീത പുണ്യം പരിശീലിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻകോപം ഉണ്ടോ, മാറ്റിയെടുക്കാനുള്ള വഴിയുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. ഈ വിശുദ്ധം ചെയ്തത് നമ്മൾ ചെയ്താൽ മതി. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, വിപരീത പുണ്യം പരിശീലിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ തിളച്ച വെള്ളത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമാർഗം തണുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കുന്ന. അങ്ങനെ വിപരീത പുണ്യം പരിശീലിച്ചാൽ ഏത് ദുർഗുണത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമായി. മുൻകോപി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ഇന്ന് സഭയിൽ അറിയപ്പെടുന്നത് ദ മോസ്റ്റ് ജെന്റിൽമാൻ സെയിന്റ്, ഏറ്റവും സൗമ്യനായ വിശുദ്ധൻ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ചില ദുർഗുണങ്ങൾ പരിശ്രമിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ? മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ആസാ രാജാവ് കോപിച്ച് അവൻ ചെയ്ത ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ കൊട്ടാരത്തിലൂടെ ഓടി നടന്നു. മാത്രമല്ല, അവൻ്റെ മുമ്പിൽ വന്നവരെ എല്ലാം അവൻ അടിച്ചു എന്നുള്ള ആ ഒരു കാര്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ദീർഘദർശി, ഒരു സന്ദേശം കൊടുക്കുന്ന പ്രവാചകൻ സന്ദേശം കൊടുത്തപ്പോൾ ആസായിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവനെ ചങ്ങലക്കിട്ടു. അവൻ്റെ കോപം തീരാഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ കണ്ടവരെയെല്ലാം ഓടി നടന്നടിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഒരു മുൻകോപി ചെയ്തു കൂട്ടിയ വിപരദോഷം അല്ലെങ്കിൽ വിനാശം എത്ര വലുതായിരുന്നു എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് നീതിയായ കോപം. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ധാർമ്മിക രോഷം. അതിൽ തെറ്റില്ല. പുറപ്പാട് 32:10 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഈ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഇസ്രായേൽക്കാർ അതിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി ആരാധിക്കുന്ന ഒരു രംഗം. എന്താ സംഭവിച്ചേ? പുറപ്പാട് 32:19 വായിച്ചാൽ, മോശയുടെ കോപം ആളിക്കത്തി.
അതാണ് നമ്മൾ കാണുക. സംഖ്യ 25:6 മുതൽ വായിക്കുമ്പോൾ വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഫിനെഹാസിന്റെ കോപം ആളിക്കത്തി. എപ്പോഴാണ്? ഒരു യഹൂദൻ മിദിയാൻകാരിയെ കൂട്ടി ഒരു കൂടാരത്തിലേക്ക് അവരിങ്ങനെ മറയുന്നത് ഇവൻ നോക്കി നിൽക്കുക. അവർ പോയത് എന്തിനു വേണ്ടിയാണെന്ന് ഫിനെഹാസിന് അറിയാമായിരുന്നു. അവർ പോയത് വ്യഭിചാര പ്രവൃത്തി, അതല്ലാതെ അതിനകത്ത് കയറി ചായ അനത്തി കുടിക്കാനല്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ധാർമ്മിക രോഷം പൂണ്ട ഫിനെഹാസ് എന്നിട്ട് അവർ രണ്ടുപേരുടെയും ഉദരം വളർന്നു എന്നാണ് വചനം പഠിപ്പിക്കുക. സംഖ്യ 25:6 മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. 1 മക്കബായർ 2-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവദൂഷണം ചെയ്യുന്നത് കണ്ട് അതിൻ്റെ പേരിൽ ഈ വിജാതീയർക്ക് ബലി അർപ്പിച്ചതും ദൈവദൂഷണം പറയുന്നതും ഒക്കെ കണ്ട മത്തത്യാസ് അദ്ദേഹം ചെയ്തൊരു കാര്യം, വിജാതീയ ദൈവത്തിന് ബലി അർപ്പിച്ച യഹൂദനെ കണ്ടപ്പോൾ, അവനത് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല, പോയി അവനെ വധിക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. 1 മക്കബായർ 2-ാം അധ്യായം അതിൻ്റെ 6ഉം 24ഉം വചനഭാഗം വായിച്ചാൽ മതി. മറ്റൊരു കാര്യം, അനീതിയായ കോപത്തിന് കാരണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, അഹങ്കാരം. മുൻകോപികൾ മിക്കവാറും ഒക്കെ അഹങ്കാരികളാണ്. യെശയ്യാ 37:29 സെന്നക്കെരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന ശിക്ഷ വളരെ വലുതാണ്. മറ്റൊന്ന്, ആന്തരിക മുറിവ്. നമ്മൾ കണ്ടല്ലോ 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ആസ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. അവൻ്റെ ആന്തരിക മുറിവ്, പ്രവാചകൻ പറഞ്ഞത് അവൻ അംഗീകരിക്കാൻ പറ്റിയില്ല, അത് അവനെ മുറിപ്പെടുത്തി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ചിലർ പറയാറുണ്ട് പാരമ്പര്യമായിട്ട് അവരിലേക്ക് വന്നിരിക്കുന്നതാണ് ഈ മുൻകോപം. അപ്പനുണ്ടായിരുന്നു, വല്യപ്പനുണ്ടായിരുന്നു, ആ ജീൻസ് കിട്ടിയിരിക്കുന്ന ആ ഒരു സാഹചര്യം. മറ്റൊന്ന്, പിശാചുബാധ. സാത്താൻ്റെ സ്വാധീനം ചിലരെ മുൻകോപികളാക്കാം. വെളിപാട് 12:12 വായിച്ചാൽ സാത്താൻ്റെ ഒരു സ്വഭാവ ഗുണമാണ് മുൻകോപം എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. നമുക്കിത് പരിഹരിക്കാൻ പറ്റും. ഏറ്റവും നല്ല മാർഗം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഏറ്റെടുത്ത പരിഹാര മാർഗം, ഒത്തിരി പ്രാർത്ഥിക്കുകയും വിപരീത പുണ്യം പരിശീലിക്കുകയും ചെയ്താൽ ഇത് നമുക്കും സാധ്യമാകും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.